ദേവിയുടെ ജന്മദിനമായ തൃക്കാർത്തിക ദിവസം ഞങ്ങളുടെ ചോറ്റാനിക്കര ദർശനവും ചോറ്റാനിക്കര അമ്പലത്തിന്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഞങ്ങളുടെ തൃക്കാർത്തിക വിളക്ക് വെയ്പ്പും എല്ലാം കൂടി ചേർന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് നശ്വര ഡയറീസില്. കണ്ണെഴുതി താരപ്പില്ലേ മമ്മി എഴുതിയതാ കണ്ണ്. വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളും പൗർണമിയും ചേർന്നുള്ള ദിവസമാണ് തൃക്കാർത്തികയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അന്നത്തെ ദിവസം ദേവി പ്രീതിക്ക് വേണ്ടി വീടിന് മുന്നിൽ നമ്മൾ ചെരാത് കത്തിച്ചു വെച്ച് ദീപം തെളിയിച്ച് വീട് അലങ്കരിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. പീലിമോൾക്ക് വിളക്കുകൾ കത്തിച്ചു വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ തനിച്ച് വിളക്ക് കത്തിക്കാൻ തീ ആയതുകൊണ്ട് ആൾക്ക് നല്ല പേടിയാണ്. അപ്പൊ ഉണ്ണിയെ കൂട്ടിന് വിളിച്ചിട്ട് വിളക്ക് കത്തിക്കുന്നതാണ് കാണുന്നത്. ഞങ്ങൾ അപ്പൊ ചിരാതില് വീട് ഫുള്ള് മാക്സിമം എവിടെയൊക്കെ വിളക്ക് കത്തിച്ചു വെക്കാൻ പറ്റുമോ അവിടെ എല്ലാം ഞങ്ങൾ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. പ്രകാശപൂരിതമാവട്ടെ ഈ വർഷത്തെ തൃക്കാർത്തിക. ഈ വർഷത്തെ തൃക്കാർത്തിക ഡിസംബർ 13-നായിരുന്നു കേട്ടോ. അതായത് വൃശ്ചിക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച കൂടിയായിരുന്നു ഈ വർഷത്തെ തൃക്കാർത്തിക. അതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ദേവിയെ ഉപാസിക്കുന്നത് കൊണ്ട് ലഭിക്കും. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും ദേവി സാധിച്ചു തരട്ടെ. സർവ്വ ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഈ വർഷം ഉണ്ടാവട്ടെ. അടുത്ത വർഷം എല്ലാവർക്കും നല്ലൊരു പുതുവർഷം. എല്ലാവരുടെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സഫലമാവട്ടെ. എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും വേണ്ടി ഈ വിളക്കുകൾ തെളിയിക്കുകയാണ് കേട്ടോ. വിളക്കൊക്കെ തെളിയിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു എന്നാ പിന്നെ ഒന്ന് അമ്പലത്തിലും കൂടെ പോവാം. അമ്മ പറഞ്ഞു എന്നാ പിന്നെ നമുക്ക് ചോറ്റാനിക്കര തന്നെ പോയിട്ട് വരാം. വെള്ളിയാഴ്ചയും അമ്മയുടെ പിറന്നാളും ആയതുകൊണ്ട് അമ്പലം അടയ്ക്കാൻ സാധ്യതയില്ല. അങ്ങനെ കുരുതി ദിവസം കൂടി ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ചോറ്റാനിക്കര എത്തി. അവിടെ എത്തിയപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. അമ്പലമൊക്കെ പൂക്കളാൽ അലങ്കരിച്ച് മനോഹരമായിട്ടുണ്ടായിരുന്നു. നട തുറന്നിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ഞങ്ങൾ കയറി പ്രാർത്ഥിച്ചു. ചോറ്റാനിക്കര അമ്പലം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. പിന്നെ ഇവിടെ ദേവി വിവിധ ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നത്. ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് മേൽക്കാവിലെ ദേവിയുടെ പ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്നത്. പിന്നെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഓരോ രൂപത്തിലാണ് കാണപ്പെടുന്നതെന്ന് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുള്ള അറിവാണ് കേട്ടോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. സരസ്വതി, ലക്ഷ്മി, ഭദ്രകാളി, ലക്ഷ്മി നാരായണ സങ്കല്പത്തില് അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. ചോറ്റാനിക്കരയില് 2 നടകളാണുള്ളത്. മേൽക്കാവ്, കീഴ്ക്കാവ് എന്നാണ് അറിയപ്പെടുന്നത്. അതിലെ മേൽക്കാവിലാണ് ഞാൻ പറഞ്ഞ വിവിധ രൂപങ്ങളിൽ ദേവി ആരാധിക്കപ്പെടുന്നത്. കീഴ്ക്കാവില് ഉഗ്രരൂപിയായ ഭദ്രകാളി ഭാവത്തിലാണ് കീഴ്ക്കാവിലമ്മ ആരാധിക്കപ്പെടുന്നത്. അവിടുത്തെ പ്രധാന വഴിപാടാണ് കുരുതി പൂജ എന്ന് പറയുന്നത്. വിശേഷാൽ പൂജയായിട്ടാണ് കുരുതി പൂജയെ കാണുന്നത്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രിയിലാണ് കുരുതി പൂജ നടത്തപ്പെടുന്നത്. ദേവിയുടെ തിടമ്പ് ഏന്തിക്കൊണ്ടുള്ള ആ പോക്കാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇത്രയും ഒരു 19 ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു ഈ കുത്തുവിളക്ക് പിടിച്ച് നടക്കുന്നത്. അവരൊക്കെ ഒരേപോലത്തെ മുണ്ടാണ് കേട്ടോ ഉള്ളത്. അതിൽ എഴുതിയിട്ടുള്ളത് കാർത്തിക വിളക്ക് 2024 ചോറ്റാനിക്കര എന്നാണ് ആ മുണ്ടിൽ എഴുതിയിട്ടുള്ളത്. തായമ്പകയും പഞ്ചവാദ്യവും ചെണ്ടമേളവും പിന്നെ ഭക്തിഗാനങ്ങളും സ്റ്റേജിൽ അവിടെ ഭക്തിഗാനങ്ങളും 3 ആനകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒത്തിരി ആഘോഷങ്ങളോടുകൂടി ചോറ്റാനിക്കര അമ്മയുടെ പിറന്നാൾ ദിവസം അവിടെ അതിമനോഹരമായ ആഘോഷങ്ങളോടുകൂടി ഞങ്ങൾക്കും അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഞാൻ ഈ വീഡിയോയിൽ ചോറ്റാനിക്കര അമ്പലത്തിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കാരണം പറയുവാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ് തീരില്ല. അവിടുത്തെ വിശേഷാൽ വഴിപാടുകളും അമ്മയുടെ കഥകളും അമ്പലത്തിന്റെ രൂപീകരണങ്ങളും അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനപ്പോ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഇതിൽ വിശദീകരിച്ചത്. കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ചെറിയ രീതിയെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്റെ എല്ലാ അശ്വര ഫാമിലീസിനോടും ടാറ്റ ബൈ ബൈ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.